കേരളത്തിലെ ജില്ലയായ തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ആതിരപ്പള്ളി വാഴച്ച മഴക്കാടുകൾ. പൂർണ്ണമായും ഇത് മഴക്കാടുകളാണെന്ന് പറയാൻ പ്രയാസമാണ്. വേനൽക്കാലങ്ങളിൽ ഇലപൊഴിയുന്ന ധാരാളം മരങ്ങൾ ഇവിടെയുണ്ട്. എന്നിരുന്നാലും കാടിൻ്റെ ഓരം ചേർന്നൊഴുകുന്ന പുഴയിലെ വെള്ളവും മറ്റും ഇവിടെ കൂടുതലേകുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 60 മുതൽ 100 മീറ്റർ വരെ, അതായത് 200 മുതൽ 330 അടി വരെ ഉയരം ഉള്ള പ്രദേശമാണ് കഴിവകൂടം. ഈ പ്രദേശത്ത് കൂടി ഉള്ള റോഡുകളിൽ കൂടി സഞ്ചരിച്ചാൽ നമ്മുടെ വഴിക്ക് ചുറ്റുമായി കാണപ്പെടുന്ന ഒരിനം കുരങ്ങുകളാണ് മൊച്ചക്കുരങ്ങ് അല്ലെങ്കിൽ മക്കാക്ക. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഇവ ആഹാരമെടുക്കുന്നതിനായി എത്തിപ്പെടാറുണ്ട്, അപകടത്തിൽപ്പെടാറുമുണ്ട്. സഞ്ചാരികളായിട്ടുള്ള ആളുകൾ എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം എടുക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും അവ റോഡിലിറങ്ങുക. അതുകൂടാതെ ഇവിടെയുള്ള വെള്ള അരുവികളിലെ അടുത്ത് നിർത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകളും ഇവയ്ക്ക് ആഹാരം കൊടുക്കാറുണ്ട്. പലപ്പോഴും കാടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന് ഇവ റോഡിൻ്റെ അടുത്തേക്ക് വരുന്നത് മനുഷ്യ സാമീപ്യം കൊണ്ടാണ്. ആളുകൾ കൊടുക്കുന്ന ആഹാരം വാങ്ങി അത് കഴിക്കുകയും അതുപോലെ തന്നെ അവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാം കൊടുക്കുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ സഞ്ചാരികളായിട്ടുള്ള കൊടുക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പല വസ്തുക്കളും അവയ്ക്ക് ഹാനികരമായിട്ട് വരാറുമുണ്ട്. സ്വയമേ കാടിൻ്റെ ഉള്ളിൽ ഇര തേടിക്കഴിഞ്ഞ ഇവർ ആളുകൾ ആകർഷിച്ചാണ് റോഡിൻ്റെ അരിയിലേക്ക് എത്തുക. ഇരകളും പഴങ്ങളും അതുപോലെ തന്നെ ചെറുപ്രാണികളും ഒക്കെ കഴിച്ച് കഴിയുന്ന ഈ ജീവികളെ കാണുന്നതിന് വേണ്ടി പലപ്പോഴും ആളുകൾ വാഹനം നിർത്തി അവയുടെ അടുത്ത് ചെല്ലാറുണ്ട്. ചിലപ്പോൾ കുട്ടികളെയും മറ്റും ഇവർ ഉപദ്രവിക്കാറുമുണ്ട്. അതുപോലെ തന്നെ മക്കാക്കയുടെ കുഞ്ഞുങ്ങൾ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയും സാധാരണമാണ്. വൻമരങ്ങളിൽ കൂടുകൂട്ടുന്ന സ്വഭാവം ഇവയ്ക്കില്ല. ചെറുമരങ്ങളിലാണ് ഇവയുടെ കൂടുകളധികം ഉണ്ടാകുക. വൻമരങ്ങളെ ആശ്രയിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയപ്പെടുന്നു. പഴങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വനത്തിൻ്റെ ഉള്ളിൽ കുറവാകുന്ന കാലങ്ങളിൽ ഇവ മറ്റു സ്ഥലങ്ങളിലേക്ക് ആഹാരം തേടി പോകാറുമുണ്ട്. പ്രദേശങ്ങളിലേക്കും ഇറങ്ങാറുണ്ട് എന്ന് പറയുന്നു. എന്താണെങ്കിലും വേണ്ടില്ല, മനുഷ്യരുടെ ഏറെ ഇടപഴകുന്ന അടുത്ത് പെരുമാറുന്ന ഇവ പലപ്പോഴും അക്രമാസക്തമാകുന്നത് അവയുടെ കൂട്ടങ്ങളെ ആക്രമിക്കുന്നതിന് മറ്റ് ആളുകൾ ഇറങ്ങുമ്പോഴാണ്. കുട്ടികളുമായി സഞ്ചരിക്കുന്ന കൂട്ടങ്ങൾ ധാരാളമുണ്ട്. ചെറിയ കൂട്ടങ്ങൾ മുതൽ വലിയ കൂട്ടങ്ങൾ വരെ മക്കാക്കായുടെ കൂടെയുണ്ട്. 100 ഫാമിലികൾ വരെ ഉൾപ്പെടുന്ന മക്കാക്ക കുടുംബങ്ങളെ അല്ലെങ്കിൽ മച്ചക്കുരങ്ങ് കൂട്ടങ്ങളെ കാണാൻ വഴിയോരങ്ങളിൽ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇവ ഒരു ദയനീയ കാഴ്ചയാണ്. സഞ്ചാരികൾക്ക് കൗതുകമാണെങ്കിലും അവയുടെ നാശത്തിന് വഴിയൊരുക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്ന് ആളുകൾ എറിഞ്ഞു കൊടുക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റൊക്കെ ഇവയെടുത്ത് കഴിക്കാനും ഇടയാകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ആഹാരത്തിനെ കാത്തിരിക്കുന്ന ഇവയുടെ ദയനീയ അവസ്ഥയും നാം ചിന്തിക്കേണ്ടതുണ്ട്. ആളുകൾ ഭക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ അവർ ഈ വഴി സ്ഥലങ്ങളിലേക്ക് എവിടെയെങ്കിലും പക്ഷേ സ്ഥിരമായി ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ അവർക്കറിയാം, ആളുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കൂട്ടങ്ങൾ മനുഷ്യരോട് ചേർന്ന് ആഹാരത്തിന് കാത്തിരിക്കുന്ന പതിവുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളും മറ്റുമൊക്കെ വഴിയിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള പലതും കഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ഉള്ളിലായി ഒരു ചെറിയ കുരങ്ങനെ നോക്കുക, പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ അത് തപ്പിയെടുത്ത് എടുത്ത് കഴിക്കുന്നത് മൂലം അവയ്ക്കുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് അവർക്കറിഞ്ഞുകൂടെങ്കിലും നാം ബോധവാന്മാരാകണം. ജീവികളെ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിലെ അവകാശം മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കുകയും കഴിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. പക്ഷേ ആ ഒരു ചിന്ത മനുഷ്യനുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് ആണ് അവൻ്റെ വായിലിരിക്കുന്നത്. അതിൽ പറ്റിപ്പിച്ചിരിക്കുന്ന ഏതോ ആഹാരത്തിൻ്റെ അംശം അത് തപ്പിയെടുക്കേണ്ടത്, അത് കടിച്ചു പറിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അറിയാതെ ആമാശയം നിൽക്കുന്നു. അത് ദഹിക്കാതെയാകും, രോഗങ്ങൾ മൂലം ചത്തെടുക്കും. ഇങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ വഴിയരികൾ ചത്തു കിടക്കുന്നത് കാണാം. പല വാഹനങ്ങളും മറ്റുമൊക്കെ പരിപാടിക്കൊന്നും നമ്മൾ ഒരുങ്ങുന്നു. പലയിടത്തും കാണാൻ കൂട്ടമായി വന്ന് ആഹാരത്തിന് കാത്തിരിക്കുന്ന ഇവ കൗതുകത്തോട് നോക്കി നാം കടന്നു പോകാറുണ്ടെങ്കിൽ അവയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. വാഹനങ്ങൾക്ക് സ്പീഡ് നിയന്ത്രണമില്ല. വളരെ വേഗത്തിലാണ് ഈ പ്രദേശത്തൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുക.
വളവുകളിലും മറ്റൊക്കെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഇവയുടെ മേത്ത് പലപ്പോഴും വണ്ടി തട്ടുക സ്വാഭാവികമാണ്. വനപാലകർ ഉണ്ട്, എല്ലായിടവും അവരുടെ കണ്ണുകളുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. വനപാലകർ പറയുന്ന നിയമങ്ങളും മറ്റു കാര്യങ്ങളും അനുസരിക്കുന്ന ആളുകളും വളരെ ചുരുങ്ങും. എന്താണെങ്കിലും വേണ്ടില്ല, ചീറിപ്പായുന്ന വാഹനങ്ങളുടെ മുമ്പിൽ അകപ്പെടാതെ അവ വളരെ കൗശലത്തോടെ ചാടി മറയും. പക്ഷേ എത്ര കാലമായിരിക്കും ഇങ്ങനെ ഉണ്ടാകുക? എല്ലാവരും ഒരുപോലെയല്ലല്ലോ. ഇവയുടെ വംശം നിലനിൽക്കണം, അവയ്ക്കും ഈ കാടിൻ്റെ ഉള്ളിൽ കഴിയണം, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ള ചിന്തയും നമുക്കുണ്ടാകണം. മനുഷ്യൻ മാത്രമല്ലല്ലോ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. ഓർക്കുക, വരും തലമുറയ്ക്ക് കാണാൻ ഒരുപക്ഷെ ഇത്തരം സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവയുടെ വംശനാശം അതിവിദൂരമല്ലെന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ മനുഷ്യൻ്റെ കടന്നുകയറ്റവും താല്പര്യങ്ങളും ഒരു വിഭാഗത്തിൻ്റെ അവസാനമാണ് വരുത്തുന്നതെങ്കിൽ അത് കഷ്ടമല്ലേ? ഈ തിരിച്ചറിവ് നമുക്കെന്നാണ് ഉണ്ടാവുക? വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വാഴച്ചാലിൽ നിന്നുള്ളൊരു കാഴ്ച.